മക്കളെ, ഇന്ന് നമ്മൾ ദിലീമേം ഉനീന്തയും എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ആർ ആപ്കോ ക്യാ മിലേഗ? ലേഖികയോട് ഓട്ടോക്കാരൻ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അതായത് നമ്മുടെ ഓട്ടോക്കാരനോട് ലേഖിക അയാളുടെ കഥ പറയാനും അത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന ഭാഗം വെച്ചാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ എന്താ പറയുന്നത്? ആപ്കോ ക്യാ മിലേഗ? നിങ്ങൾക്ക് എന്ത് ലഭിക്കും? മേ അപ്പന കാം കർ രഹി ഹോങ്കി? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. മേം റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ രഹി ഹും? ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം നിർമ്മിക്കുകയാണ്. അപ്പം എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ലേഖിക പറയുന്നു. ടീക്ക് ഹെ, ശരി. മേ സബ് സമജ് രഹാ ഹും? ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. ആപ്കെ പാസ് ബി കോയി താക്കത്ത് നഹി? നിങ്ങൾക്കും താക്കത്ത്, ശക്തിയില്ല, അതായത് അധികാരം എന്ന രീതിയിലാണ് പറയുന്നത്. നിങ്ങൾക്കും എന്താണ്? ശക്തി, അധികാരമൊന്നും ഇല്ല. ആപ്പ് ബി മേരെ ജൈസി ഹെ? താങ്കളും എന്നെ പോലെ തന്നെയാണ്, എന്നെ പോലെ ഒരു ആള് തന്നെയാണ്, ഒരു സാധാരണ ആളാണ് നിങ്ങളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേ റോഡ് പർ സവാരി ടൂണ്ട്താ ഹും ആർ ആപ്പ് കഹാനി? ഞാൻ റോട്ടിൽ സവാരിക്കാരെ അന്വേഷിക്കുന്നു. സവാരി ടൂണ്ടിന പറഞ്ഞ അന്വേഷിക്കുക, സവാരിക്കാരെ അന്വേഷിക്കുന്നു. ഔർ ആപ്പ്, താങ്കൾ, കഹാനി, താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത്? കഥ അന്വേഷിക്കുന്നു. അഗർ മേരി കഹാനി സുനനെ സെ ആപ്കാ കാം ഹോത്താ തോ മേം ആ ജാവൂങ്ക? അഗർ, ഒരു പക്ഷേ, മേരി കഹാനി സുന്നേസെ, എൻ്റെ കഥ കേൾക്കുന്നതിലൂടെ, ആപ്കാ കാം ഹോത്താത്തോ, താങ്കളുടെ ജോലി നടക്കുന്നു എങ്കിൽ, ആപ്കാ കാം, താങ്കളുടെ ജോലി, ഹോത്താത്തോ, നടക്കുന്നുവെങ്കിൽ, മേം ആ ജാവൂങ്ക, ഞാൻ വരാം. കിത്തനെ ബജെ? എത്ര മണിക്ക്? സുബ 10 ബജെ, രാവിലെ 10 മണിക്ക്. ബഹുത് അച്ഛ, വളരെ നല്ലത്. അഗലേ ദിൻ വഹ് ആത്താ ഹെ? അടുത്ത ദിവസം അയാൾ വരുന്നു. മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ. അയാൾ അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ വരുന്നു. ലേഖിക പറയാണ്, കരീബ് 5.5 ഫീറ്റ് ഊഞ്ചി ഉസ്കി ദുബലി കായ ബഡേ കമരയ്ക്ക്, ബഡേ കമര പറഞ്ഞ വലിയ റൂം, കായ ശരീരം, കരീബ് ഏകദേശം, 5.5 അഞ്ചര, 5.5 ഫീറ്റ് അടി, ഊഞ്ചി ഉയരം, ദുബലി മെലിഞ്ഞ, ദുബലി കായ മെലിഞ്ഞ ശരീരം, ബഡേ കമരയ്ക്ക് ദർവാസെ പർ, വലിയ റൂമിൻ്റെ ദർവാസെ വാതിൽ, സിക്കുട് ജാത്തി ഹെ, ചുരുങ്ങിപ്പോകുന്നു. അഗലേ ദിൻ വഹ ആത്താ ഹെ? അടുത്ത ദിവസം അയാൾ വരുന്നു, എൻ്റെ വീട്ടിലേക്ക് അടുത്ത ദിവസം അയാൾ വരുന്നു. കരീബ് 5.5 ഫീറ്റ് ഊഞ്ചി ഉസ്കി ദുബലി കായ, ഏകദേശം 5.5 അടി ഉയരമുള്ള അയാളുടെ മെലിഞ്ഞ ശരീരം, ബഡേ കമരയ്ക്ക് ദർവാസെ പർ, വലിയ റൂമിൻ്റെ വാതിലിൽ, സിക്കുട് ചാത്തിയെ, ചുരുങ്ങിപ്പോയതായിട്ട് തോന്നുന്നു. അതായത് അത്രയ്ക്ക് മെലിഞ്ഞ് ക്ഷീണിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് ലേഖിക പറയുന്നത്. വഹ് സോഫ പർ നഹി ഫർഷ് പർ ബൈഠ് ജാത്താ ഹെ? അയാൾ സോഫയിലല്ല, ഫർഷ് പർ ബൈഠ് ജാത്താ ഹെ, തറയിൽ ഇരിക്കുന്നു. സോഫയിൽ ഇരിക്കാതെ തറയിൽ, ഫർഷ് തറ, തറയിലിരിക്കുന്നു. മുജെ യഹീം ബൈഠാ രഹിനെ ദീജിയേ? എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിച്ചാലും. മേം ആപ്കാ സോഫ ഗന്ദാ നഹീം കർണാ ചാത്ത? ഞാൻ താങ്കളുടെ സോഫ ഗന്ധ, ഗന്ധ പറഞ്ഞ അഴുക്കാക്കുക, വൃത്തികേടാക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഗന്ധ പറഞ്ഞ അഴുക്ക് എന്നർത്ഥമാണ്. അപ്പം താങ്കളുടെ സോഫ ഞാൻ വൃത്തികേടാക്കാൻ അല്ലെങ്കിൽ അഴുക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നഹീം കർണാ ചാത്ത, ആഗ്രഹിക്കുന്നില്ല. മേം കൽക്കി അപ്പനി ജാൻ പഹ്ചാൻ കെ നാത്തെ? ഞാൻ ഇന്നലത്തെ എൻ്റെ, ജാൻ പഹ്ചാൻ കെ നാത്തെ, പരിചയം, പരിചയത്തിൻ്റെ പേരിൽ, ജാൻ പഹ്ചാൻ കെ നാത്തെ എന്ന് പറഞ്ഞാൽ പരിചയത്തിൻ്റെ പേരിൽ, ജാൻ പഹ്ചാൻ കെ നാത്തെ, ഞാൻ ഇന്നലത്തെ എൻ്റെ പരിചയത്തിൻ്റെ പേരിൽ, ഉസേ ദോസ്താന മുസ്കാൻ ദേത്തി ഹെ, അയാൾക്ക് ഒരു സൗഹൃദ പുഞ്ചിരി നൽകി. ദോസ്താന മുസ്കാൻ, സൗഹൃദ പുഞ്ചിരി നൽകി. അതായത് അയാളോട്, അയാൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അയാളോട് സൗഹൃദഭാവത്തിൽ ലേഖിക ചിരിച്ചു. उसके शरीर में, चेहरे पर, हाथ पाव में इतनी सारी नीली रेखें है? അയാളുടെ ശരീരത്തിൽ, മുഖത്ത്, കൈകാലുകളിൽ, ഇത്തനീ സാരി നീലി രഖേം ഹെ,
ഇത്രയും കൂടുതൽ നീല ഞരമ്പുകളുണ്ട്. മേനെ പഹലെ നെഗീൻ ദേക്കാത, ഞാൻ അത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ വ്യക്തി വീട്ടിലെത്തിയ സമയത്താണ് ലേഖിക അയാളുടെ കൈകാലുകളിലും മുഖത്തും ഒക്കെ ഉള്ള നരമ്പുകൾ, നീല കളറിൽ നരമ്പുകൾ നിൽക്കുന്നത് ലേഖിക ശ്രദ്ധിച്ചത്. നീല കളറിലുള്ള നരമ്പുകൾ. വഹ് ബൈഠത്താ ഹെ तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. वह बैठता है, അയാൾ ഇരിക്കുന്നു. तो എങ്കിൽ സാരി ഭൂക്ക് പ്യാസ് ഉസ്കെ സാത്ത് ബൈഠ് ജാത്തി ഹെ. ജൈസെ പറഞ്ഞ പോലെ, എല്ലാ വിശപ്പും ദാഹവും എല്ലാം അയാളോടൊപ്പം ഇരിക്കുന്നത് പോലെ തോന്നുന്നു. അതായത് അയാൾ ഇരിക്കുന്നു, അയാളോടൊപ്പം അയാളുടെ വിശപ്പും ദാഹവും ഒക്കെ അയാളുടെ കൂടെ തന്നെ ഇരിക്കുന്നു. അതായത് വിശന്ന് വലഞ്ഞൊരു വ്യക്തിയായിട്ട് അയാൾ ലേഖികയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ലേഖികയുടെ വീട്ടിൽ വന്ന് ഇരിക്കുന്നു. കുച്ച് ചായ് ബഗൈരഹിലെങ്കിൽ, കുറച്ച് ചായയോ മറ്റെന്തെങ്കിലും എടുക്കട്ടെ. വ കുച്ച് ജിഞ്ചക്ത കുച്ച് ശർമാത്ത ഹെ. അയാൾ കുറച്ച് സങ്കോചം, ജിഞ്ചക്ത പറഞ്ഞാൽ സങ്കോചിക്കുക, അയാൾ സങ്കോചിക്കുകയും അതുപോലെ തന്നെ ശർമാത്ത ലജ്ജിക്കുകയും ചെയ്യുന്നു. സാൻഡി എന്ന് പറയുന്നത് ലേഖികയുടെ കൂട്ടുകാരിയാണ്. സാൻഡി മേരി ഹാർവാർഡ് കെ ദിനോങ്ക സാത്തി, എൻ്റെ ഹാർവാർഡ് ദിനങ്ങളിലെ കൂട്ടുകാരി. അപ്പന ടേപ്പ് റെക്കോർഡർ ലഗാ രഹാ ഹെ, സ്വന്തം ടേപ്പ് റെക്കോർഡർ ഓണാക്കുന്നു. ലാറ്റിൻ അമേരിക്ക കെ ദേശോം കെ ബാദ്, ലാറ്റിൻ അമേരിക്ക ദേശത്തിന് ശേഷം യഹ് പഹല മൗക്ക ഹെ, ഇത് ആദ്യത്തെ അവസരമാണ്. ജബ് ഉസ്കാ വാസ്ത തീസരി ദുനിയ കെ ദേശ് കി ഗരീബി സെ പഠ് രഹാ ഹെ, ഒരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ ദാരിദ്ര്യവുമായി അയാൾ പൊരുത്തപ്പെടുമ്പോൾ ഇതൊരു അവസരമാണ്. ഹം ഭാരത് മേ അമേരിക്ക കെ നാഷണൽ പബ്ലിക് റേഡിയോ കെ ലിയെ അന്ന് ആർ ബുക്ക്, എന്താണ് അന്ന് ആർ ബുക്ക് ശൃംഖല കെ പ്രോഗ്രാം ബനാ രഹേ ദേ കി മുझे യഹ് ഓട്ടോ ഡ്രൈവർ ടക്കരാ ഗയ, ഓട്ടോ ഡ്രൈവറുമായിട്ട് കണ്ടുമുട്ടി. നോക്കാം. ഇന്ത്യയിലെ നാഷണൽ പബ്ലിക് റേഡിയോ ഓഫ് അമേരിക്കയ്ക്കായി ഫുഡ് ആൻഡ് അന്ന് ആർ ബുക്ക് അല്ലേ, ഫുഡ് ആൻഡ് ഹങ്ങർ എന്ന, അതായത് അന്ന് ആർ ബുക്ക് എന്ന പരമ്പരയ്ക്കായി, ശൃംഖല എന്ന ശൃംഖലയ്ക്കായിട്ട് പ്രോഗ്രാം ബനരഹേതെ, അവരെന്ത് ചെയ്യുകയായിരുന്നു, ഞങ്ങൾ ഒരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കി മുझे, അപ്പോൾ മുझे യഹ് ഓട്ടോ ഡ്രൈവർ ടക്കരാകയ, എനിക്ക് ഈ ഓട്ടോ ഡ്രൈവറുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായി, അയാളെ കണ്ടുമുട്ടിയത് ഇങ്ങനെയൊരു അന്ന് ആർ ബുക്ക് എന്ന പരമ്പരയ്ക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓട്ടോ ഡ്രൈവറെ ലേഖിക കണ്ടുമുട്ടുന്നത്. അബ് ഹം ഉസ്കി നീന്ത് കെ ബാരെ മേ ജാനനാ ചാത്തെ ഹെ, ഇപ്പോൾ ഞങ്ങൾ അയാളുടെ ഉറക്കത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അയാളുടെ ഉറക്കത്തെ കുറിച്ചാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. മേം ചായ് ബനാ ലാത്തി ഹൂം താക്കി ഹം രുവാത്തി അട്പടേപ്പൻ മേം സെ നികൽ സകേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. താക്കി ഹം രുവാത്തി എന്ന് പറഞ്ഞാൽ തുടക്കം, രുവാത്തി ആരംഭം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ആരംഭത്തിൽ തുടക്കത്തിലുള്ള. രുവാത്തി അട്പടേപ്പൻ അസ്വസ്ഥത. മേം ചായ് ബനാ ലാത്തി ഹും താക്കി ഹം രുവാത്തി അട്പടേപ്പൻ മേം സെ നികൽ സകേ, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടു തരാം. ഹം രുവാത്തി അട്പടേപ്പൻ മേം സെ നികൽ സകേ, നമുക്ക് തുടക്കത്തിലുള്ള, രുവാത്തി എന്ന് പറഞ്ഞാൽ ആരംഭത്തിലുള്ള, അട്പടേപ്പൻ അസ്വസ്ഥത, ആരംഭത്തിലുള്ള അസ്വസ്ഥതയിൽ നിന്നും ആ ബുദ്ധിമുട്ടിൽ നിന്നും മറികടക്കാൻ, നികൽ സകേം, അങ്ങനെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ തുടക്കത്തിലുള്ള ഒരു അസ്വസ്ഥത, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ചായ ഉണ്ടാക്കി തരാം എന്ന് ലേഖിക പറയുന്നു. നാം ക്യാ ഹെ ആപ്കാ, നിങ്ങളുടെ പേര് എന്താണ്? രാജാറാം എന്നാണ്. ഘർ കഹാ ഹെ, വീട് എവിടെയാണ്? ഉന്നാവ്,
यूपी में ഉത്തർപ്രദേശിൽ ഉന്നാവിലാണ് വീട്. ഓട്ടോ ചലാന കൈസേ ശുരു കിയ, എപ്പോഴാണ് ഓട്ടോ ഓടിക്കാൻ ആരംഭിച്ചത്? ശുരു തുടക്കം, ഓട്ടോ ഓടിക്കാനുള്ള ആ തുടക്കം എപ്പോഴായിരുന്നു? പഹലെ 8 സാൽ തക് തോ റിക്ഷ ചലാത്ത രഹ, കഴിഞ്ഞ 8 വർഷമായി 8 സാൽ തക്ക് 8 വർഷം വരെ എന്താണ് റിക്ഷ ഓടിച്ചു വരുന്നു. ചാന്ദിനി ചൗക്കും, എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത്? ചാന്ദിനി ചൗക്കിൽ. फिर एक बहुत दयालु अमीर आदमी ने मुलाकात हो गई, പിന്നീട് एक बहुत दयालु, വളരെ ദയാലുവായ एक बहुत दयालु അമീർ ആദ്മി സെ, ധനികനായ ഒരു വ്യക്തിയെ മുലാഖാത്ത് ഹോ ഗയി, കൂടിക്കാഴ്ച നടത്തി. ഒരു ധനികനായ വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായി. 1.5 साल मैंने उसकी सेवा की, 1.5 വർഷം ഞാൻ അയാളെ സേവിച്ചു. ഉസേ റോസ് ലേ ജാത്താത, ഞാൻ അയാളെ നിത്യവും കൊണ്ടുപോകുമായിരുന്നു. കബി ഏക് പൈസ നഹി ലിയ, ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉസ്നെ ബദലേ മേ മുझे യഹ് പുരാന ഓട്ടോ ലേ ദിയ, ഉസ്നെ അയാൾ, ബദലെ പകരം, മുझे യഹ് പുരാന ഓട്ടോ എനിക്ക് ഈ പഴയ ഓട്ടോ നൽകി. ജിസെ അബ് ചലാത്താഹും, ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഏത് ഓട്ടോയാണോ ഇപ്പം എൻ്റെ കയ്യിൽ ഓടിക്കുന്നതായിട്ടുള്ളത് ആ ഓട്ടോ അദ്ദേഹം നൽകിയതാണ് എന്ന് അയാൾ പറയുന്നു. ഉസ്സേ പഹലെ ക്യാ കർത്തേ ഥേ, അതിനു മുമ്പ് എന്താണ് ചെയ്തിരുന്നത്? ഗാവ് മേ മസ്തൂരി കർത്താത, ഗേത്തോമേ വയലിൽ, ഗേത്തോം പറഞ്ഞാൽ വയലിൽ, മസ്തൂരി പറഞ്ഞാൽ ജോലി. ഗാവ്മേ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. അതിനു മുമ്പ് ഗ്രാമത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. വയലിൽ കൃഷിപ്പണി ചെയ്യുകയായിരുന്നു. ഗർ ഹമാര ബാരിശോമേ ടെഹ് ഗയാദ, ഹമാര ഗർ ഞങ്ങളുടെ വീട്, ബാരിശോമേ ടെഹ് ഗയാദ മഴയിൽ ഒലിച്ചുപോയി. ടെഹ് ഗയാദ ഒലിച്ചുപോയി, തകർന്നു പോവുക, ഒലിച്ചു പോവുക എന്നൊക്കെ പറയാം കേട്ടോ. ടഹനാന തകർന്നു പോയി, മഴയിൽ ഞങ്ങളുടെ വീട് ടെഹ് ഗയ തകർന്നു പോയി. ദോ ബാര മേം ഉസേ ബനവാ നഹീം പായ, ദോ ബാര രണ്ടാമത് ഞാൻ അത് ബനവാ നഹീം പായ, അതെനിക്ക് നിർമ്മിക്കാൻ സാധിച്ചില്ല. രണ്ടാമതൊരു വീടെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ബൂക്ക് മരീതി, വിശപ്പ്, വളരെയധികം വിശപ്പായിരുന്നു. വിശപ്പ് എന്താ പറയുക, ബൂക്ക് മരി, വിശപ്പ് കൊണ്ട് മരിക്കും എന്ന സ്ഥിതിയായിരുന്നു, വിശന്ന് മരിക്കേണ്ട അവസ്ഥയായിരുന്നു. ഏക് ദിൻ മേനെ തൈ കിയാക്കി ദില്ലി ചലേം, ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, തീരുമാനിച്ചു, ദില്ലി ചലേം ദില്ലിയിലേക്ക് പോവാം. ഗാവ് മേ കോയി ജമീൻ നഹീന്തി, ഗ്രാമത്തിൽ വീട് ഉണ്ടായിരുന്നില്ല. ഭൂമി, ജമീൻ പറഞ്ഞ ഭൂമി. ഗാവ് മേ കോയി ജമീൻ നഹീന്തി, ഗ്രാമത്തില് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. നഹി ഹമാരെ പാസ് കബി ജമീൻ നഹി രഹി പുസ്തോമേ, പുസ്തകം പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. മേരാ ബാപ്പ് അന്ധാ ഹോഗയാത, എൻ്റെ അച്ഛൻ, മേരാ ബാപ്പ് എൻ്റെ അച്ഛൻ അന്ധാ ഹോഗയാത അന്ധനായിരുന്നു. ജബ് മേം 14-15 ബരസ് കാത, എനിക്ക് 14-15 വയസ്സാകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അന്ധനായിട്ടുണ്ടായിരുന്നു. അവർ ഗാവ് മേ മുझे കോയി കാം നഹി മിൽത്താത, എനിക്ക് ഗ്രാമത്തിൽ മറ്റൊരു ജോലിയും ലഭിക്കുമായിരുന്നില്ല. കോയി ദൂസരാ ചാര നഹീന്ത, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ദൂസരാ ചാര, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ദില്ലി ഹി ക്യോം ആനാ ചാത്തേ ഥേ, പക്ഷേ ദില്ലിയിലേക്ക് തന്നെ എന്തുകൊണ്ടാണ് വരാൻ ആഗ്രഹിച്ചത്? ഗാവ് മേം സിർ പർ ബോഞ്ച ടോത്താത, ഗ്രാമത്തിൽ ഞാൻ ചുമടെടുക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. സിർ പർ ബോഞ്ച ടോന പറഞ്ഞാല് തലയിൽ ഭാരം ചുമക്കുക, ഞാൻ തലയിൽ ഭാരം ചുമക്കുകയായിരുന്നു. ആർ ഏക് രാത്ത് മേനെ സോച്ച, ഒരു രാത്രി ഞാൻ ചിന്തിച്ചു, മേരെ സിർ പർ ഛത്ത് തോ വൈസേ ബി നഹി ഹെ, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര പോലുമില്ല. അതായത് അയാൾക്ക് വീടില്ലാതെ തുറസായ സ്ഥലത്ത് തന്നെയാണ് അയാൾ അന്തി ഉറങ്ങുന്നത് അല്ലേ. അപ്പൊ എനിക്ക് എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു മേൽക്കൂര ഇല്ല. മേൽക്കൂര, ടെറസ് എന്നൊക്കെ പറയാം, മേൽക്കൂര പോലുമില്ല.
क्या फर्क पड़ता है कि मैं गांव के खुले में सोऊं या दिल्ली की सड़क पर. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഫർക്ക് പറഞ്ഞ വ്യത്യാസം, എന്ത് വ്യത്യാസമാണുള്ളത് ഗ്രാമത്തിലെ ഈ തുറന്ന സ്ഥലത്ത് ഉറങ്ങുന്നതും അതുപോലെ തന്നെ ഡൽഹിയിലെ റോഡിൽ ഉറങ്ങുന്നതുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും ഒരുപോലെ തന്നെ. ഡൽഹിയിലെ റോഡിൽ ഉറങ്ങിയാലും ഗ്രാമത്തിലെ തുറസായ സ്ഥലത്ത് ഉറങ്ങുന്നതും രണ്ടും വീടില്ലാത്തൊരവസ്ഥ. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എവിടെ ഉറങ്ങിയാലും എന്താണ് ഒരുപോലെ തന്നെ, അതുകൊണ്ട് ദില്ലിയിലേക്ക് പോകാം, ദില്ലിയിലെ റോഡിൽ ഉറങ്ങുന്നതും ഗ്രാമത്തിലെ തുറസായ സ്ഥലത്ത് ഉറങ്ങുന്നതും ഒരുപോലെയാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയും ദില്ലിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. സോ പഹലെ മേ കാൻപൂർ ഗയ. ഞാൻ ആദ്യം എവിടെ പോയി? കാൻപൂരിലാണ് പോയത്. ഫിർ വഹാം സെ ദില്ലി, പിന്നെ അവിടെ നിന്ന് ഡൽഹിയിലേക്ക്. അബ് ഖുഷി ഹേ യഹാം പർ, ഇപ്പോൾ ഇവിടെ ഞാൻ ഹാപ്പിയാണ്. പേട്ട് ഭർണി ആയാത, വയറ് നിറയ്ക്കാൻ വന്നതായിരുന്നു. മുജേ ഖുഷി ഹേ കി വഹ് ഭർ ലേത്താഹും, ഞാനിപ്പോൾ വയറ് നിറയ്ക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർ ഓട്ടോ ചലാത്താഹും, ഓട്ടോ ഓടിക്കുന്നു, അതിനുവേണ്ടി വയറ് നിറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വയറ് നിറയ്ക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഫിർ പർ ബോഞ്ച് ഉഡാനെ സേ തോ അച്ഛാ ഹി ഹേ നെയ്യും, തലയിൽ ഭാരം ചുമക്കുന്നതായിരുന്നോ നല്ലത്? മുജേ നെഹി മാലും, എനിക്ക് അറിയുകയില്ല. ബോഞ്ച ഡോത്താ ഹുയെ യഹ് സംസാർ കൈസ ദീഖ്താ ഹേ സടക് പർ സോത്തെ ഹുയെ കൈസ, എനിക്ക് അറിയുകയില്ല ഈ സംസാര, ഈ ലോകം തലയിൽ ഭാരം ചുമക്കുന്നവരെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ റോട്ടിൽ ഉറങ്ങുന്നവരെ എങ്ങനെയാണ് കാണുന്നത് എന്നൊന്നും എനിക്ക് അറിയുകയില്ല. ഓട്ടാമേ രഹത്തെ ഹുയെ കൈസ, ഓട്ടോയിൽ താമസിക്കുന്നവരെ, ഓട്ടോയിലുള്ള ജീവിതം, അവരെ എങ്ങനെയാണ് കാണുന്നത് അതൊന്നും എനിക്ക് അറിയുകയില്ല. മേരെ പാസ് ഉസ്കെ പ്രശ്ന കാ കോയി ഉത്തർ നഹി, എൻ്റെ അടുത്ത് ആ ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം ഇല്ല. ഓട്ടോ ചലാത്തെ ഹുയെ കൈസ ലഗ്താ ഹെ, ഓട്ടോ ഓടിക്കുന്നത് എങ്ങനെയാണ് തോന്നുന്നത്? ഓട്ടോ ബഡി മുഷ്കിൽ സവാരി ഹെ, ഓട്ടോ ഓടിക്കുക എന്ന പണി വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. സാരാ വക്ത് ഗഡ്ഗഡ് കർത്തി ഹെ, സാരാ വക്ത് എല്ലാ സമയത്തും ഗഡ്ഗഡ് ശബ്ദമാണ്. ജവാൻ ഡ്രൈവറോം കെ ലിയെ തോ ടീക്ക് ഹെ, യുവാക്കന്മാരായ ഡ്രൈവർമാർക്ക് വലിയ പ്രശ്നമില്ല. തോ ടീക്ക് ഹെ, ടീക്ക് പറഞ്ഞാൽ ശരി, അവർക്ക് ശരിയാണ് ഓട്ടോ ഓടിക്കുക എന്ന ജോലി. മേരെ ജൈസം കെ ലിയെ നഹീം, എന്നെ പോലെയുള്ളവർക്ക് അത് ശരിയാവില്ല. ആപ്കോ പതാ ഹെ ഓട്ടോ ചലാത്തെ ഹുയെ കോയി മർ ഭി സക്താ ഹെ, ഓട്ടോ ഓടിക്കുന്നതിലൂടെ പലരും മരിക്കുന്നുണ്ട് എന്ന കാര്യം ആപ്കോ പതാ ഹെ, താങ്കൾക്കറിയുമോ? ഔർ ഫിർ സബ് തരവ് സേ ദുയേം, പിന്നെ എല്ലാ തരത്തിലുള്ള പുകകൾ, ദുയേം ദുആ പറഞ്ഞ പുക, പലതരത്തിലുള്ള പുകകൾ. मुझे तो तब अच्छा लगता है जब कोई ग्राहक किसी गुली तरफ जा रहा हो. मुझे तो तब अच्छा लगता है जब कोई ग्राहक किसी गुली, എന്നെ ഏതെങ്കിലും യാത്രക്കാർ കിസി ഗുലി തരഫ്, തുറന്ന സ്ഥലത്തേക്ക്, തുറസായ സ്ഥലത്തേക്ക് എന്നെ ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതാണ് മുജേത്തോ, എനിക്ക് അതാണ് ഏറ്റവും അച്ഛാ ലഗ്താഹെ, നല്ലതായിട്ട് തോന്നുന്നത്. തുറസായ സ്ഥലത്തേക്ക് ഓട്ടോ വിളിച്ച് ആരെങ്കിലും പോവുകയാണെങ്കിൽ എനിക്കത് വളരെയധികം നല്ലതായിട്ട് തോന്നാറുണ്ട്. ആബ്കി യേ ഗാൻസി ക്യാ ദുആ കെ കാരൺ, താങ്കളുടെ ഈ ചുമ എന്താണ്? നിങ്ങൾക്ക് ഈ ചുമ വരാനുള്ള കാരണം പുക കാരണമാണോ? പതാ നഹി കിസ് കാരൺ, അറിയുകയില്ല എന്ത് കാരണമാണ് എന്ന് അറിയുകയില്ല. ഷായദ് ഭഗവാൻ കി സജാ ഹോ, ഒരു പക്ഷേ ഇത് ഭഗവാന്റെ ശിക്ഷയായിരിക്കാം. മേം തോ ബസ് യഹി ജാൻതാ ഹൂം കി മേം ജബ് ദുയേ മേ സാൻസ് ലേത്താ ഹൂം തോ മേരാ ഭീത്തർ തക് സുകുഡ് ജാത്താ ഹെ. സിക്കുഡ് ജാന എന്ന് പറഞ്ഞാൽ ചുരുങ്ങി പോവുക. മേം തോ ബസ് യഹി ജാൻതാ ഹൂം കി, ഞാൻ കേവലം ഇത്ര മാത്രം മനസ്സിലാക്കുന്നു. മേം ജബ് ദുയേമേ സാസ് ലേത്താഹും, ഞാൻ എപ്പോഴാണോ ഈ പുകയിൽ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് എങ്കിൽ, മേരാ ഭീത്തർ തക്ക്, എൻ്റെ ഉള്ളിൽ ഒരു ചുരുങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പുകയിൽ ഇങ്ങനെ ശ്വാസം എടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഉള്ളിലെന്തോ ചുരുങ്ങി പോകുന്നതായിട്ട് തോന്നാറുണ്ട്. ഉമ്ർ ക്യാ ഹോഗി ആപ്കി, താങ്കൾക്ക് എത്ര വയസ്സുണ്ടായിരിക്കും?
ക്യാ പത ഷായത് 50 സാൽ, ആർക്കറിയാം? ഷായത് ഒരു പക്ഷേ 50 സാൽ, ഒരു പക്ഷേ 50 വയസ്സ്. ബസ് ഇത്തന യാദ് ഹെ, എനിക്ക് കേവലം ഇത്രമാത്രം ഓർമ്മയുണ്ട്. സൻ 62, 62 പറഞ്ഞാൽ 62, 62 മേം 5वीं में പഠിता था, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. और स्कूल जाना मैंने 8 साल की उम्र में शुरू किया था. സ്കൂളിൽ പോവാൻ ഞാൻ 8 വയസ്സായ സമയത്താണ് തുടങ്ങിയത്. 8 വയസ്സായ സമയത്താണ് ഞാൻ സ്കൂളിൽ പോവാൻ തുടങ്ങിയത്. മേ ഹിസാബ് ലഗാത്തി ഹൂം, ഞാൻ കണക്കു കൂട്ടുന്നു. മേരെ ഹിസാബ് സേ ഉസേ 40 കെ ഊപ്പർ നഹീ ഹോനാ ചാഹിയെ. ലേഖിക പറയാണ്, ഞാൻ കണക്കു കൂട്ടി നോക്കി. കണക്കു കൂട്ടിയ സമയത്ത് എന്താണ്? എൻ്റെ കണക്കു കൂട്ടലിൽ, മേരെ ഹിസാബ് സേ, എൻ്റെ കണക്കു കൂട്ടലിൽ, ഉസേ 40 കെ ഊപ്പർ, അയാൾക്ക് 40, 40 പറഞ്ഞാൽ 40, 40 के ऊपर नहीं होना चाहिए, 40 മുകളിൽ ആവാൻ സാധ്യതയില്ല. तब क्या उसकी दक्कान के सब साल उसमें जुड़ गए हैं, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തിൻ്റെ എല്ലാ വർഷവും ഉസ്മേ ജുഡ് ഹുയേ ഹേ, അദ്ദേഹത്തിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടോന്ന്. അതായത് അദ്ദേഹത്തിന് ഇത്രയും വർഷം അദ്ദേഹം ക്ഷീണിതനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തിൻ്റെ വർഷങ്ങളായിരുന്നുവോ എന്നാണ് ലേഖിക ചിന്തിക്കുന്നത്. ആപ്കെ ലിയേ ഏക് അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ, താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ഓർമ്മയിൽ ഒരു നല്ല ദിവസം എന്നത് ഏതാണ്? അച്ഛാ ദിൻ കഹത്തെ ഹി മേരെ മൂഹ് മേ പാനി ഭർ ആത്താ ഹെ. അച്ഛാ ദിൻ, നല്ല ദിവസം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊർന്നു. നിങ്ങൾക്ക് ഏതാണ് ഒരു നല്ല ദിവസം എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എന്താണ്, എനിക്ക് വായിൽ വെള്ളം ഊർന്നു. അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദിവസം ഓർക്കുമ്പോൾ തന്നെ കൊതി തോന്നുന്നു. വർഷാമേ ദുലേ ഹരേ പത്തെ, മഴയിൽ ദുലേ ഹരേ പത്തെ, ഹരേ പത്തെ പറഞ്ഞാൽ പച്ച ഇലകൾ, മഴയത്ത് ഒലിച്ചിറങ്ങിയ പച്ച ഇലകൾ. ബീഗി ബീഗി ഹവ, നനഞ്ഞ കാറ്റ്. അദ്ഗീലി സടക്കേം, പകുതി നനഞ്ഞ റോഡുകൾ. സബ് ആങ്കോं के सामने घूम जाते हैं, എല്ലാം കണ്ണിന് മുമ്പിൽ ഇങ്ങനെ, കണ്ണിന് മുമ്പിലേക്ക് വരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നുന്നു. മുജെ നഹി മാലൂം അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ, എനിക്ക് അറിയുകയില്ല നല്ല ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്ക് അറിയുകയില്ല. എന്താണ് ഈ നല്ല ദിവസം, എനിക്കതിനെ കുറിച്ച് അറിയുകയില്ല. ദോ വക്ത് കി റോട്ടി മിൽ ജായേ ഗനീമത്ത് ഹെ, 2 നേരവും ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ, റോട്ടി എന്നതുകൊണ്ട് റൊട്ടി ഭക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിൽ ജായേ, ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ, ഗനീമത്ത് ഹെ, സന്തോഷം. ഇത് മേരാ പഹലാ പാഠ് ഹെ, ഇത് എൻ്റെ ആദ്യത്തെ പാഠമാണ്. यह मेरा पहला पाठ है. हम एक ही शहर में रहते हुए 2 अलग अलग मौसमों में रहते हैं. हम एक ही शहर में रहते हुए, നമ്മൾ ഒരേ പട്ടണത്തിൽ താമസിച്ച് ദോ അലഗ് അലഗ്, 2 വ്യത്യസ്ത മൗസമോമേരത്തെ, 2 വ്യത്യസ്ത സീസണുകളിൽ, 2 വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിക്കുന്നു. അന്ന ഓർ ഭൂക്ക് മൗസം, അതായത് അന്നത്തിൻ്റെയും അതുപോലെ തന്നെ വിശപ്പിൻ്റെയും കാലം. മൗസം കാലാവസ്ഥ, അതായത് വിശപ്പും അതുപോലെ തന്നെ ഒരാൾക്ക് ഭക്ഷണം ഉള്ള അവസ്ഥ, ഒരാൾക്ക് ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ. ഗർ ഓർ ബേഖരിക്കെ മൗസം, വീട് ഉള്ള അവസ്ഥ, വീട് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഒരേ സ്ഥലത്ത് ജീവിച്ചിട്ട് തന്നെ, ഒരേ നഗരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ 2 രീതിയിൽ ഇവിടെ ആളുകൾ ജീവിക്കുന്നു. ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട്, ഒന്നും ഇല്ലാത്ത അവസ്ഥ, വീടില്ലാത്ത ഭക്ഷണമില്ലാത്ത അവസ്ഥയിലൂടെ ജീവിക്കുന്നു, എല്ലാം ഉള്ള അവസ്ഥയിലൂടെയും ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ ലേഖിക പറയുന്നത് വീട് ഉള്ള സാഹചര്യവും വീട് ഇല്ലാത്ത സാഹചര്യവും അതുപോലെ തന്നെ സാമ്പത്തിക അന്തരമാണ് ഇവിടെ ലേഖിക വ്യക്തമാക്കുന്നത്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും വ്യക്തമാക്കുന്നു. ഈ എന്താ പറയുക, സാമ്പത്തിക അന്തരം ഇല്ലാതെയാവുകയും ഇല്ലാതാവണം എങ്കിലാണ് നമുക്ക് നല്ല ഒരു സമത്വപൂർണമായിട്ടുള്ള ഒരു സമൂഹം സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ലേഖിക ഈ സംസ്മരണയിലൂടെ പറയുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
ദില്ലീമേ ഉനീന്തേം, ദില്ലിയിൽ ഉറക്കമില്ലാത്തവർ എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക. കുറച്ച് പ്രയാസമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. നന്നായിട്ട് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.